പുരാതന ഭാരതത്തിലെ നളന്ദ സർവകലാശാലയിലെ വിഖ്യാതമായ ഗ്രന്ഥശാലയാണ് നളന്ദ ലൈബ്രറി. ധർമ്മഗഞ്ച്, സത്യത്തിന്റെ പർവ്വതം എന്നറിയപ്പെട്ടിരുന്ന ഇവിടെ 9 ദശലക്ഷത്തിലധികം കൈയെഴുത്തുപ്രതികൾ ഉണ്ടായിരുന്നു. 9 നിലകൾ ഉള്ള ഈ ലൈബ്രറിയിൽ രത്നസാഗര, രത്നോദധി, രത്നരഞ്ജക എന്നീ 3 പ്രധാന വിഭാഗങ്ങൾ ഉണ്ടായിരുന്നു. 12ാം നൂറ്റാണ്ടിൽ മുസ്ലിം ജിഹാദി ഭീകരനായ ബക്തിയാർ ഖിൽജിയുടെ ആക്രമണത്തിൽ ഈ ജ്ഞാനകേന്ദ്രം പൂർണ്ണമായും നശിപ്പിക്കപ്പെട്ടു. നളന്ദ സർവകലാശാലയെക്കുറിച്ചുള്ള പ്രധാന വിവരങ്ങൾ: ധർമ്മഗഞ്ച്, സത്യത്തിന്റെ പർവ്വതം, 9 നിലകളുള്ള കെട്ടിടം. പ്രധാന ഭാഗങ്ങളായിരുന്നു ഈ പറഞ്ഞ 3 വിഭാഗങ്ങൾ. ലക്ഷക്കണക്കിന് കൈയെഴുത്തുപ്രതികൾ, പുസ്തകങ്ങൾ. ഏതാണ്ട് 12ാം നൂറ്റാണ്ടിലെ ഈ ആക്രമണത്തോടെ 3 മാസങ്ങളോളം കത്തിയെരിഞ്ഞു അവിടുത്തെ ലൈബ്രറിയിലെ എഴുത്തോലകളും കൈയെഴുത്തുപ്രതികളും എല്ലാം. വേദങ്ങൾ, തർക്കശാസ്ത്രം, വൈദ്യം, വാനനിരീക്ഷണം തുടങ്ങിയ വിവിധ വിഷയങ്ങളിലെ അറിവുകളുടെ കലവറയായിരുന്നു ഈ ലൈബ്രറി. ബീഹാറിൽ സ്ഥിതി ചെയ്യുന്ന പുരാതന ഇന്ത്യയിലെ ലോകത്തിലെ ആദ്യത്തെ അന്താരാഷ്ട്ര റെസിഡൻഷ്യൽ സർവകലാശാലയാണ് നളന്ദ. 5ാം നൂറ്റാണ്ടിൽ ഗുപ്ത രാജാവായിരുന്ന കുമാരഗുപ്തനാണ് ഇത് സ്ഥാപിച്ചത്. ഇവിടെ 2000-ലധികം അധ്യാപകരും 10,000-ഓളം വിദ്യാർത്ഥികളും താമസിച്ച് പഠിച്ചിരുന്നു. 427 മുതൽ 1197 വരെ ഏതാണ്ട് 800ഓളം വർഷം പ്രവർത്തിച്ച ഈ വിജ്ഞാന കേന്ദ്രം പുരാതന ഭാരതത്തിന്റെ അറിവിന്റെ പ്രതീകമായിരുന്നു. നളന്ദ സർവകലാശാലയെക്കുറിച്ചുള്ള പ്രധാന വിവരങ്ങൾ ഇവയെല്ലാമാണ്. ഏതാണ്ട് പാറ്റ്നയ്ക്ക് 100 മൈൽ തെക്ക് കിഴക്ക് ആയിട്ടായിരുന്നു ഇതിന്റെ സ്ഥിതി. കുമാരഗുപ്തൻ, ഗുപ്ത സാമ്രാജ്യം, അദ്ദേഹമാണ് ഇത് സ്ഥാപിച്ചത്. ലോകത്തിലെ ആദ്യത്തെ അന്താരാഷ്ട്ര റെസിഡൻഷ്യൽ സർവകലാശാലയാണ് ഇത്. ഏതാണ്ട് പ്രവർത്തന കാലയളവ് AD 427 മുതൽ 1197 വരെ. തർക്കശാസ്ത്രം, യുക്തിശാസ്ത്രം, വ്യാകരണം, വൈദ്യശാസ്ത്രം, ജ്യോതിശാസ്ത്രം, വാനനിരീക്ഷണശാസ്ത്രം തുടങ്ങിയവയെല്ലാം. പ്രശസ്തരായ ഹുയാങ്സാങ് ഉൾപ്പെടെയുള്ള വിദേശ സഞ്ചാരികൾ ഇവിടെ എത്തിയിട്ടുണ്ട്. പഠിക്കുകയും പുസ്തകങ്ങൾ പകർത്തി എഴുതുകയും ചെയ്തിരുന്നു. 12ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ഈ മുസ്ലിം ജിഹാദി ഭീകരൻ മുഹമ്മദ് ബിൻ ബക്തിയാർ ഖിൽജി നളന്ദ നശിപ്പിച്ചു. അതിന്റെ ലൈബ്രറി തീയിട്ടു. ഏതാണ്ട് 3 മാസത്തോളം കത്തിയെരിഞ്ഞു. ഇന്ന് പൗരാണിക നളന്ദയുടെ അവശിഷ്ടങ്ങൾ പലതും നമുക്കവിടെ കണ്ടെടുക്കാൻ കഴിയും. അത് ഇപ്പോൾ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വിജ്ഞാനത്തോടും വിദ്യാഭ്യാസത്തോടും തോറ്റവർ ആയുധം കൊണ്ട് തീർത്ത പകയാണ് നളന്ദ ചുട്ടരിച്ച അധിനിവേശകന്റെ ക്രൂരമായ ചരിത്രം. ഭാരതീയ സംസ്കാരത്തിന്റെ ഹൃദയത്തുടിപ്പായിരുന്ന നളന്ദയെ വെണ്ണീറാക്കിയ നന്ദികേടിന്റെയും മതഭ്രാന്തിന്റെയും കഥയാണ് മധ്യേഷ്യയിൽ നിന്ന് വന്ന അധിനിവേശകൻ ഇഖ്തിയാർ അൽ-ദിൻ മുഹമ്മദ് ബക്തിയാർ ഖിൽജി എന്ന ക്രൂരൻ ഭാരതത്തിന് നൽകിയത് ഉണങ്ങാത്ത മുറിവാണ്. മരണാസന്നനായി കിടന്ന ഖിൽജിക്ക് തൻ്റെ രാജ്യത്തെ ചികിത്സയ്ക്ക് ഭേദമാക്കാൻ കഴിയാത്ത അസുഖം മാറ്റിക്കൊടുത്തത് നളന്ദയിലെ വൈദ്യന്മാരായിരുന്നു. തനിക്ക് ജീവൻ തിരിച്ചു നൽകിയ ഭാരതത്തിൻ്റെ വൈദ്യശാസ്ത്രത്തിൻ്റെ ഔന്നത്യം തിരിച്ചറിഞ്ഞപ്പോൾ നന്ദിക്ക് പകരം അയാളിൽ ഉണർന്നത് അന്ധമായ അസൂയയും വിദ്വേഷവുമായിരുന്നു. തൻ്റെ അറിവിനേക്കാൾ വലിയ അറിവ് ലോകത്തുണ്ടാവരുത് എന്ന മനോരോഗമാണ് നളന്ദയെ തകർക്കാൻ അയാളെ പ്രേരിപ്പിച്ചത്. ഇന്നും നാം നമ്മുടെ കൺമുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പല യുദ്ധങ്ങളിലും അല്ലെങ്കിൽ അതുപോലുള്ള അക്രമങ്ങളിലും സംഭവിക്കുന്ന ചരിത്രവും പുരാണപരവുമായ സ്ഥാപനങ്ങളും എല്ലാ ബിൽഡിങ്ങുകളും എല്ലാം പൊളിച്ചു കളയലിൻ്റെ എല്ലാം ശരിയായ വസ്തുത ഇതാണ്. 1193 ഖിൽജിയുടെ കിരാത സേന നളന്ദയെ വളഞ്ഞു.
നിരായുധരായ ആയിരക്കണക്കിന് സന്യാസിമാരെയും പണ്ഡിതന്മാരെയും അവർ പൈശാചികമായി കൊന്നൊടുക്കി. ലക്ഷക്കണക്കിന് അപൂർവ ഗ്രന്ഥങ്ങൾ സൂക്ഷിച്ചിരുന്ന നളന്ദയിലെ ലൈബ്രറിക്ക് അവർ തീയിട്ടു. ലോകത്തിന് വെളിച്ചമേകേണ്ടിയിരുന്ന ആ മഹാവിജ്ഞാനശേഖരം തുടർച്ചയായി 3 മാസത്തോളം കത്തിയെരിഞ്ഞു എന്നതാണ് ചരിത്രം. ആ പുക മൂടിയത് ഭാരതത്തിൻ്റെ മാത്രമല്ല, ലോകത്തിൻ്റെ തന്നെ വൈജ്ഞാനിക പുരോഗതിയെ തന്നെയായിരുന്നു. അറിവിനോട് തോറ്റവർ ആയുധം കൊണ്ട് പക പോക്കിയപ്പോൾ നഷ്ടമായത് നൂറ്റാണ്ടുകളിലൂടെ നാം ആർജിച്ചെടുത്ത വിദ്യയാണ്. വിജ്ഞാനത്തോട് പടവെട്ടിയ ഈ അധിനിവേശകൻ്റെ ക്രൂരത ചരിത്രത്തിൽ മായ്ക്കാനാകാത്ത കറുത്ത അധ്യായമാണ്. ഇത് കേവലം ഒരു കെട്ടിടം തകർത്ത കഥയല്ല, ഒരു രാജ്യത്തിൻ്റെ ആത്മാവിനെ തന്നെ തകർക്കാൻ ശ്രമിച്ച അധിനിവേശത്തിൻ്റെ അടയാളമാണിത്.